അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അയ്യുഹൽ അഹിബായി. എല്ലാവർക്കും സുഖല്ലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ പാഠത്തില് ഹാദിഫിന്റെ ഫി ബുസ്താനി ഹാദിഫിന്റെ ബൈത്തിലുള്ള ബുസ്താനി പരിചയപ്പെട്ടു. ഹാദിഫ് പാടുന്ന പാട്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കേട്ടു. ആ പാട്ടിന്റെ ആ വരികളുടെ അർത്ഥങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് പേജ് 22 ഒരു പ്രവർത്തനം ചെയ്യാനുണ്ട്. നിങ്ങൾ 22ാമത്തെ പേജിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നോക്കിയോ? നിങ്ങൾ നോക്കിയോ? എന്തല്ല കാണുന്ന നിങ്ങൾ അവിടെ 3 ചിത്രങ്ങളുണ്ട് അല്ലേ? ആ 3 ആളും നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അതിന്റെ താഴെ നിങ്ങൾ 3 വാക്ക് എഴുതി കണ്ടോ? ഒന്ന് കണ്ടെങ്കിൽ യർഖുസു. എന്താ യർഖുസു? ഈ യർഖുസുന്ന് നമ്മള് ഫുല്ലിന്റെ പാട്ടില് പഠിച്ചിട്ട് ഓർമ്മണ്ടോ? യർഖുസു വർദുൻ യുൻഷിദു ഫുല്ലുൻ ല്ലേ? യൽഹഖു വർദുൻ യുൻഷിദു ഫുല്ലുൻ പഠിച്ചില്ലേ? ആ വരികൾ നിങ്ങൾ നോക്കിയറിയാം. എന്താണ് യർഖുസു പറഞ്ഞാല്? യർഖുസു എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ കണ്ടോളി. ഇവിടുന്ന് കാണാം. दुनिया को खुद से अलग करके रख लूंगा तुझको अलग करके I wanna say ഡാൻസ് കളിച്ചൂലേ? ഡാൻസ് എന്താ പറയാ? യർഖുസു, നൃത്തം ചെയ്യാം. യർഖുസു പറഞ്ഞോളേ. അടുത്ത വാക്ക് യൽഹഖു. എന്താ യൽഹഖു? പഠിച്ചല്ലേ? യൽഹഖു. ചിത്രം നോക്കല്ലേ? എന്താ യൽഹഖു? കണ്ടോ? യൽഹഖു എന്താന്ന് മനസ്സിലായല്ലോ? നമ്മൾ സന്തോഷം വരുമ്പോക്കെ വെറുതെ യൽഹഖു ഇങ്ങനെ ചിരിക്കൂലേ? അതാണ് യൽഹഖു. ഓക്കെ, ഇനി അടുത്തത് യുൻഷിദു. എന്താ യുൻഷിദു? യുൻഷിദു ഫുല്ലുൻ വരില്ലേ? എന്താ യുൻഷിദു? എന്താണ് യുൻഷിദു? ഇതുപോലെ വേറെ ചില വാക്കുകൾ ഉണ്ട്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. യക്തുബു. യക്തുബു എഴുതുന്നു. യക്തുബു. യഖ്റഉ. യഖ്റഉ വായിക്കുന്നു. അപ്പോ അത് 3 നമ്മൾ പഠിച്ചല്ലോ. ഒന്നാമത്തെ യർഖുസു. എന്താ യർഖുസു? യർഖുസു പറഞ്ഞാല് നൃത്തം ചെയ്യുന്നു. ആ ചിത്രത്തിൽ ഒന്നാമത്തെ ചിത്രം എന്താ? വർദ്. വർദ് എന്താ ചെയ്യുന്നത്? പറഞ്ഞോളി. വർദ് എന്താ ചെയ്യുന്നത്? യൽഹഖു ല്ലേ? യൽഹഖു വർദുൻ. വർദ് ചിരിക്കുന്നു. നിങ്ങൾ അവിടെ എഴുതണം. എന്തായാലും യൽഹഖു ആരാണോ ചിരിക്കുന്നത്? വർദല്ലേ? അപ്പൊ യൽഹഖു വർദ് എന്ന് നിങ്ങൾ അവിടെ യൽഹഖു വർദ് നിങ്ങൾ അവിടെ എഴുതാം. രണ്ടാമത്തെ ചിത്രം നോക്കൂ. ആരാത്? ഫുൽ എന്താ ചെയ്യുന്നത്? ഫുല്ലിന്റെ മുമ്പിൽ മൈക്കൊക്കെ ഉണ്ടല്ലേ? അപ്പൊ എന്തായിക്കും? എന്ത് ചെയ്യും? അവിടെ നിങ്ങളത് എഴുതണം. ഇനി അവസാനത്തെ 3ാമത്തെ ചിത്രം നോക്കിക്കേ. അതെന്താണ്? എന്ത് ചിത്ര കാണുന്നത്? അതും നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എഴുതണം. എന്താ ചെയ്യുന്നത്? ഡാൻസ് കളിക്കല്ലേ? അപ്പൊ എന്താ പറയാ? നമ്മൾ പഠിച്ചോ ഡാൻസിന്. അത് നിങ്ങൾ അവിടെ എഴുതണം. നിങ്ങൾ 23ാമത്തെ പേജിലെ പ്രവർത്തനം കണ്ടോ? നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് കുറച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ എളുപ്പമായിട്ട് എഴുതാനുള്ള ഒരു പ്രവൃത്തിയായിട്ട് ഓരോ അക്ഷരങ്ങളും ആദ്യം എഴുതുമ്പോഴും നടുവിൽ എഴുതുമ്പോഴും അവസാനത്തിൽ എഴുതുമ്പോഴും ചില ചെറിയ മാറ്റങ്ങൾ അതിൽ വരും. അതിന്റെ സ്ട്രോക്കിന് ചില മാറ്റങ്ങൾ വരും. അതാണ് നമ്മൾ ഒന്നാമത്തെ വകുകള്. ഒന്നാമത്തെ നിങ്ങൾ കണ്ടോ? എന്താണത്? ജാ എന്നുള്ള അക്ഷരം കണ്ടോ? അവിടെ എഴുതിയങ്ങള് ജമീലുൻ ഇല്ലേ? ജമീലുൻ. ജാ എങ്ങനെയാ വന്ന് നോക്ക്. കണ്ട? ഇനി ആ ജാ നടുക്ക് വരുമ്പോ എങ്ങനെയാ വരുന്നത്? ജീമ്. ആ ജീമ് അവസാനം വരുമ്പോ എങ്ങനെയാണുള്ളത്? 3ലും ചെറിയ ചെറിയ മാറ്റങ്ങൾ
ഉണ്ട്. കണ്ടല്ലോ നിങ്ങള് ചെറിയ ചെറിയ മാറ്റങ്ങൾ. ആ മാറ്റങ്ങള് താഴോട്ട് എഴുതുന്ന എല്ലാ അക്ഷരത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ നിങ്ങൾ പുസ്തകത്തിൽ നോക്കി അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി ഫോട്ടോ എടുത്ത് സാറിന് അയച്ചു തരണം. അതിന് ഇപ്പുറത്തെ പേജിൽ പ്രവർത്തനല്ലേ? അതിൽ കുറെ അൽഫാലുൻ ജദീദ കാണാം. അൽഫാലുൻ ജദീദ, കുറെ ന്യൂ വേർഡ്സ്, നിങ്ങൾ പഠിച്ച കുറെ പുതിയ പദങ്ങൾ, അതിൻ്റെ ഒക്കെ അർത്ഥങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അത് ശ്രദ്ധിച്ചു വായിച്ച് അർത്ഥസഹിതം നിങ്ങളെ ദഫ്തറിലേക്ക് എഴുതി സാറെ കാണിക്കണം. എല്ലാവർക്കും സുഖല്ലേ? ഇതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പുതിയ പാട്ടുകളുമായും പുതിയ കളികളുമായും പുതിയ പഠനങ്ങളുമായും നമ്മൾ വരും. ബഅദ ഈദുൽ അദ്ഹ, ബലി പെരുന്നാളിന് ശേഷം നമ്മൾ ഇനിയും കണ്ടുമുട്ടും ഇൻഷാ അല്ലാഹ്. തമന്നാ ലക്കും ഖൈറൻ വ ആഫിയ. അസ്സലാമു അലൈക്കും. ശുക്രൻ.